ശബരിമല യാത്രയ്ക്ക് വിലക്കില്ല. ശബരിമല യാത്രാ അനുമതി തുടരും. അതിനിടെ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നു. അങ്ങമൂഴി വഴി ഗവി റോഡിലൂടെയുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട്. ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ മഴയുടെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഹരിശ്രീ, നിലവിൽ കനത്ത മഴ പത്തനംതിട്ട ജില്ലയിലുടനീളം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇന്ന് രാവിലെ ഒന്നും തോർന്നിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായിട്ട് മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നിലവിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് നാളെ നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര നട തുറക്കാനിരിക്കുകയാണ്. മറ്റന്നാളാണ് നിറപുത്തരി ചടങ്ങ് നടക്കുന്നുണ്ടാവുക. 2 ദിവസത്തേക്കാണ് ശബരിമല ക്ഷേത്ര നട തുറക്കുക. ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം തീർത്ഥാടനത്തിനുണ്ടാകുമോ എന്നുള്ള കാര്യം നേരത്തെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും നിലവിൽ ഇതുവരെ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ശബരിമലയിലേക്ക് എന്തായാലും യാത്രയ്ക്ക് നിരോധനം ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. പമ്പാ നദിയിൽ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിയന്ത്രണം വന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം പമ്പാ നദിയിൽ ആർത്തലച്ച് വെള്ളം ഒഴുകുകയാണ്. പ്രത്യേകിച്ച് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്നാനത്തിന് പമ്പാ നദിയിലുള്ള സ്നാനത്തിന് ചിലപ്പം ഒരുപക്ഷെ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നിട്ടില്ല. ശബരിമല തീർത്ഥാടനം എന്തായാലും നടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ പലയിടത്തും യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗവിയിലേക്കുള്ള യാത്ര, അങ്ങമൂഴി വഴി ഗവിയിലേക്കുള്ള യാത്രയ്ക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രക്കാർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലയുടെ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ നദീതീരങ്ങളിലും ഒക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. റാന്നി മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. നിരവധി വീടുകളിലടക്കം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അവിടെ നിന്നും പൂർണ്ണമായിട്ടും ആളുകളെ ഒഴിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആറന്മുള പോലെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി വെള്ളം കയറി തുടങ്ങിയിരിക്കുകയാണ്. അവിടങ്ങളിൽ ഇപ്പോൾ ചെറിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും റാന്നിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വെള്ളം നേരിയ തോതിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ളത് അറിയുവാനായിട്ട് സാധിക്കുകയില്ല. പത്തനംതിട്ട ജില്ലയിൽ ആകെ 3 ഉരുൾപൊട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിറ്റാർ മേഖലയിലാണ് 2 ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഒരെണ്ണം കോന്നി ഭാഗത്തുമാണ് ഉണ്ടായിരിക്കുന്നത്. 3 ഉരുൾപൊട്ടലുകളും ഉണ്ടായിരിക്കുന്നത് വനത്തിനുള്ളിലാണ്, ഉൾവനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും കനത്ത നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ വീടുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അവരെയൊക്കെ തന്നെ സുരക്ഷിതമാക്കി മാറ്റുവാനായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണവും മരുന്നും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുവാനായിട്ടും തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ഏകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പം റാന്നി മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് റാന്നി MLA പഴകുളം മധു, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടർ AN നിസാമുദ്ദീൻ, പത്തനംതിട്ട SP അടക്കമുള്ള ആളുകൾ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. സ്കൂബ ടീമും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ടീമുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഡിങ്കി ബോട്ടുകളും അതോടൊപ്പം തന്നെ കോന്നി അടവിയിൽ നിന്നും എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചികളും എത്തിച്ചുകൊണ്ടാണ് കുടുങ്ങിക്കിടന്ന ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അങ്ങനെ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി തന്നെ നടന്നു. ഉച്ചയോടുകൂടി തന്നെ റാന്നി മേഖലയിൽ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ഫാർമസികളിലുമൊക്കെ വെള്ളം കയറിയ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. അവിടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും 2018 സമാനമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ ആറന്മുളയും അതോടൊപ്പം തന്നെ റാന്നിയും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ തന്നെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രി മുതൽ കനത്ത മഴയായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. ആ കനത്ത മഴയും ഒപ്പം ഉരുളുപൊട്ടിയ വെള്ളം കൂടി എത്തിയപ്പോഴാണ് നദികളെല്ലാം തന്നെ കരകവിയുന്ന സാഹചര്യം ഉണ്ടായത്. പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയിൽ പമ്പ, അതോടൊപ്പം തന്നെ അച്ചൻകോവിലാറ്, മണിമലയാറ്, കക്കട്ടാറ്, കല്ലാറ് തുടങ്ങിയിട്ടുള്ള പ്രധാന നദികളാണുള്ളത്. ഈ നദികളൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലയിടത്തും നദികൾ കരകവിഞ്ഞ് ഗതാഗതമടക്കം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. റാന്നിയിലടക്കം ഈ ഒരു വലിയ ഫ്ലഡ് ഉണ്ടാകാൻ കാരണം ഈ പമ്പാ നദി കരകവിഞ്ഞത് തന്നെയായിരുന്നു. മറ്റ് നദികളും സമാനമായ സാഹചര്യത്തിൽ തന്നെ കരകവിയുന്ന ഉണ്ടായി. പല ഭാഗങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. വൈദ്യുത ബന്ധങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചു. ഒപ്പം
ഒപ്പം റോഡുകളിലേക്ക് മരങ്ങളും ഒക്കെ കടപുഴകി വീഴുന്നു, മണ്ണും കല്ലും ഒക്കെ റോഡുകളിലേക്ക് വീണുകൊണ്ട് പോലും ഗതാഗത തടസ്സമടക്കം രൂക്ഷമായിട്ടുണ്ടായി. പല ഭാഗങ്ങളിലേക്കും ബസ് ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ യാത്രയും ഒക്കെ തന്നെ വലിയ പ്രയാസമേറിക്കൊണ്ടാണ് ജില്ലയിൽ പല ഭാഗങ്ങളിലും കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു ആശങ്ക അകലുന്ന ഒരു സാഹചര്യത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയുവാനായിട്ട് സാധിക്കുന്നത്. കോഴഞ്ചേരി, ആറന്മുള മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ രാത്രി കൂടി തുടരുകയാണെങ്കിൽ വീണ്ടും ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അധികാരികൾ അറിയിച്ചിരിക്കുന്നത്.